ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പഴയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റണ ഒരു സൂപ്പർ കൂട്ടാനാണ് കേട്ടോ. ഇതിനായിട്ട് ഞാൻ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ഇടണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പച്ചമുളകാണ് കേട്ടോ, നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നടുക് നമ്മളൊന്ന് കീറി കൊടുക്കുക. കണ്ട, ഇത് നടുക് നന്നായിട്ട് എല്ലാറ്റിൻ്റെയും നമ്മൾ ഇതുപോലെ കീറിയെടുക്കണം. ഇങ്ങനെ കീറിയെടുത്താൽ മാത്രമേ നമ്മുടെ മുളകിലേക്ക് തൈരൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടുകെല്ലാം നമ്മളിത് കീറിയെടുക്കണത്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഒരു കുഞ്ഞ കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മുരിച്ചെടുക്കുക. ഇതിലേക്ക് എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് മുരിഞ്ഞ് വരണം, ഇതുപോലെ മുരിഞ്ഞു വരണം. ഇനി ഇതിൻ്റെ മീതേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുളകിനെ നന്നായിട്ട് നമ്മൾ മുരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഉപ്പിട്ടതൊക്കെ മുളകിൻ്റെ ഉള്ളിലേക്ക് കയറി നല്ല ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വഴറ്റി മുരിച്ചെടുക്കുക. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. ഇപ്പോൾ അത് നമ്മുടെ മുളകിൻ്റെ മിക്സ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ തൈരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മളത് ഇട്ടപ്പം തന്നെ ഉപയോഗിക്കരുത്. ഇതൊരു 2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാൽ ആ മുളകിലേക്ക് ആ തൈരും പിന്നെ ആ ഉപ്പിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആ മുളകിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. ഈ ഒരു ഒറ്റ കൂട്ടാൻ മതി കേട്ടോ, നമുക്ക് ചോറുണ്ണാനായിട്ട് വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല. ഇത് കഴിക്കുമ്പോൾ തന്നെ ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പരിചയം ഉണ്ടാവില്ല, ഇത് പണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതൊരു മുളകും കുറച്ച് തൈരും കൂടി എടുത്തിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി കടിച്ച് കഴിക്കാൻ നല്ല രുചിയാട്ടോ. ഒരു സാമ്പാർ ഉണ്ടെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് ഇതും കൂടി കഴിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.